ജീവിതം ഒരു മത്സരമാണെന്നും അവിടെ വിജയിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നും നാം നിരന്തരം കേൾക്കാറുണ്ട്. എന്നാൽ ഈ ഓട്ടപ്പന്തയത്തിനിടയിൽ നമ്മൾ എന്തിനെയൊക്കെയാണ് ബലി കൊടുക്കുന്നത്? ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നൊരു പ്രശസ്തമായ വാചകമുണ്ട്. അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നിങ്ങൾ സ്വീകരിക്കുന്ന വഴി എത്ര മോശമായാലും വിജയിച്ചു കഴിഞ്ഞാൽ അതാരും ചോദിക്കില്ല എന്ന ക്രൂരമായ സത്യം. 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന നിക്കോള മാക്കിയവെല്ലിയുടെ ചിന്തകളിൽ നിന്നാണ് മാക്കിയവെല്ലിയനിസം എന്ന പദമുണ്ടായത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ലോകത്ത്, ഈ കുടിലബുദ്ധി ഒരു വലിയ കഴിവായും സിഗ്മ മൈൻഡ് സെറ്റ് എന്നൊക്കെയും വാഴ്ത്തപ്പെടുന്നുണ്ട്. എന്നാൽ സ്നേഹവും സത്യസന്ധതയും കൈവിട്ട് മറ്റുള്ളവരെ ചവിട്ടിമെതിച്ച് നേടുന്ന വിജയം യഥാർത്ഥത്തിൽ ഒരു പരാജയമാണെന്ന് ലോകം കണ്ട മഹത് വ്യക്തികൾ നമ്മെ പഠിപ്പിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഡാർക്ക് ട്രയാഡ് അഥവാ വ്യക്തിത്വത്തിന്റെ ഇരുണ്ട വശങ്ങൾ എന്നറിയപ്പെടുന്ന 3 സ്വഭാവങ്ങളിൽ ഒന്നാണ് മാക്കിയാവെല്ലിയനിസം. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്നും ഇതിനെ മറികടന്ന് എങ്ങനെ ഒരു യഥാർത്ഥ നായകനായി തീരാമെന്നും മാക്കിയാവെല്ലിയനിസത്തിന്റെ 10 ലക്ഷണങ്ങളിലൂടെ വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി നാം കാണേണ്ടത് മനുഷ്യബന്ധങ്ങളെ വെറും കച്ചവടമായി കാണുന്ന രീതിയാണ്. മാക്കിയാവെല്ലിയൻ സ്വഭാവമുള്ളവർക്ക് മനുഷ്യർ എന്നത് വികാരമുള്ള വ്യക്തികളല്ല, മറിച്ച് തന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുകയും അത് കഴിഞ്ഞാൽ അവരെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. മനഃശാസ്ത്രജ്ഞനായ എറിക് ഫ്രോം നിരീക്ഷിച്ചതുപോലെ ചില മനുഷ്യർക്ക് മറ്റുള്ളവർ വെറും കമ്പോള വസ്തുക്കൾ മാത്രമാണ്. എന്നാൽ ഇമ്മാനുവൽ കാന്റ് എന്ന ദാർശനികൻ പറഞ്ഞ ഒരു മഹത്തായ വാക്യമുണ്ട്: മനുഷ്യത്വത്തെ ഒരിക്കലും ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി കാണരുത്, മറിച്ച് മനുഷ്യത്വം തന്നെയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം ഒരു യന്ത്രമായി മാറുകയാണ്. സ്നേഹം നൽകാനും സ്വീകരിക്കാനുമുള്ള കഴിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. ബന്ധങ്ങളെ ചൂഷണം ചെയ്യുന്നത് നിങ്ങളെ മാനസികമായി ഒറ്റപ്പെടുത്തുകയും ആത്യന്തികമായി ഒരു ആത്മീയ ശൂന്യതയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷണം സഹാനുഭൂതിയുടെ അഭാവമാണ്. മറ്റൊരു ഹൃദയത്തിന്റെ വിങ്ങൽ കേൾക്കാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഒരാൾ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ അത് തന്റെ നേട്ടത്തിനുള്ള അവസരമായി കാണുന്ന രീതി എത്ര ഭീകരമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇവർ സ്വന്തം വികാരങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കും. ശ്രീബുദ്ധന്റെ വചനങ്ങളിൽ ഇത് വ്യക്തമാണ്: ലോകത്തിലുള്ള സകല ജീവജാലങ്ങളോടും കരുണയുള്ളവനാകുക, കാരണം സ്നേഹമില്ലാത്ത ബുദ്ധി വെറും ശൂന്യതയാണ്. സഹാനുഭൂതിയില്ലാത്ത ബുദ്ധി ഇരുട്ടിലെ യാത്ര പോലെയാണ്. നിങ്ങളെക്കാൾ താഴെയുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ സംസ്കാരം അടങ്ങിയിരിക്കുന്നത്. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴും താഴെ നിൽക്കുന്നവന്റെ കണ്ണുനീർ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഗാന്ധിജി പഠിപ്പിച്ചതുപോലെ ഏറ്റവും എളിയവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രം. മൂന്നാമതായി നുണയെ ഒരു കലയാക്കി മാറ്റുന്ന കൗശലമാണ്. തനിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ എത്ര വലിയ നുണയും വിശ്വസനീയമായി അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയും. സത്യസന്ധത എന്നത് വിഡ്ഢിത്തമാണെന്നും ചതിയിലൂടെ നേടുന്നതാണ് മിടുക്ക് എന്നും ഇവർ വിശ്വസിക്കുന്നു. ഇതിനെ മനഃശാസ്ത്രജ്ഞർ സ്ട്രാറ്റജിക് ഡിസോണസ്റ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ സത്യമേവ ജയതേ എന്ന ഭാരതീയ ദർശനം ഓർമ്മിപ്പിക്കുന്നത് സത്യം മാത്രമേ അന്തിമമായി ജയിക്കൂ എന്നാണ്. സോക്രട്ടീസ് തന്റെ മരണത്തിന് മുൻപിൽ പോലും സത്യം കൈവിട്ടില്ല. ഒരു നുണ മറയ്ക്കാൻ 1000 നുണകൾ പറയേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ ഇല്ലാതാക്കും. സത്യം നിങ്ങളെ എപ്പോഴും സ്വതന്ത്രനാക്കും, എന്നാൽ ചതി നിങ്ങളെ എന്നും ഭയത്തിന്റെ തടവുകാരനാക്കും. നാലാമതായി അധികാരത്തോടുള്ള ഭ്രാന്തമായ ആസക്തിയാണ്. ഏത് ഗ്രൂപ്പിലായാലും അവിടെ തനിക്കായിരിക്കണം അധികാരമെന്ന വാശി ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കും. അധികാരം ഒരു ലഹരിയായി മാറുമ്പോൾ ഇവർ ധാർമ്മികത കൈവിടുന്നു. അബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അയാൾക്ക് അധികാരം നൽകണം. സേവനത്തിന് വേണ്ടിയല്ലാത്ത അധികാരം വെറും ഭാരമാണ്. മറ്റുള്ളവരെ അടക്കി ഭരിക്കാനല്ല, മറിച്ച് അവരെ വളർത്താനാണ് ഒരാൾ ശ്രമിക്കേണ്ടത്. ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ്
സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ സിംഹം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാത്ത ഒരാൾക്കും യഥാർത്ഥ അധികാരം കൈയാളാൻ അർഹതയില്ല. അഞ്ചാമത്തെ കാര്യം വളരെ അപകടകരമായ തന്ത്രപരമായ കാത്തിരിപ്പും ചതിയുമാണ്. ഇവർ പെട്ടെന്ന് പ്രതികരിക്കുകയില്ല, മറിച്ച് മാസങ്ങളോളം വിശ്വസ്തനായി അഭിനയിച്ച് അവസരം വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്തും. ഇതിനെ മാക്കിയവെല്ലിയൻ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. ചാണക്യൻ പോലും പറഞ്ഞിട്ടുണ്ട്, വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് വിശ്വസ്തനായി അഭിനയിക്കുന്ന ചതിയനെന്ന്. എന്നാൽ അധർമ്മത്തിലൂടെയുള്ള ഇത്തരം തന്ത്രങ്ങൾ ഒരിക്കലും ദീർഘകാല സമാധാനം നൽകില്ല. പ്ലേറ്റോ നിരീക്ഷിച്ചതുപോലെ നീതിബോധമില്ലാത്ത അറിവിനെ ബുദ്ധി എന്നല്ല, മറിച്ച് തന്ത്രം എന്നാണ് വിളിക്കേണ്ടത്. നന്മയുടെ വിത്തുകൾ പാകുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ സായന്തനത്തിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ കഴിയൂ. ചതിയിലൂടെ നിങ്ങൾ നേടുന്ന സാമ്രാജ്യത്തിന് ചോരയുടെ ഗന്ധമുണ്ടാകും. ആറാമതായി, മൂല്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന രീതിയാണ്. നന്മ ചെയ്യുന്നവരെ വിഡ്ഢികൾ എന്ന് വിളിക്കുകയും ലോകം ക്രൂരമായതുകൊണ്ട് ഞാനും ക്രൂരനാകുന്നു എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണിത്. ഇതിനെ സിനിസിസം എന്ന് വിളിക്കാം. ലോകം മുഴുവൻ ചീത്തയാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ പ്രസക്തിയില്ലെന്ന് ഇവർ സ്വയം വിശ്വസിക്കുന്നു. എന്നാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി തെളിക്കുന്നതാണ്. ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, എല്ലാവരും ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ആരും തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഏഴാമതായി, രഹസ്യങ്ങളുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കുന്ന സ്വഭാവമാണ്. ഇവർ ഒരിക്കലും സുതാര്യരല്ല. താൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ജീവിത പങ്കാളിയോട് പോലും ഇവർ വെളിപ്പെടുത്തുകയില്ല. ഭയവും അവിശ്വാസവുമാണ് ഇതിന്റെ അടിസ്ഥാനം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, സൂര്യപ്രകാശം പോലെ വ്യക്തമായിരിക്കണം നിങ്ങളുടെ ജീവിതം. രഹസ്യങ്ങളില്ലാത്തവന് ആരെയും പേടിക്കാനില്ല. ഭയമില്ലാത്ത ജീവിതമാണ് ഏറ്റവും വലിയ വിജയം. എപ്പോഴും ഒളിച്ചു കളിക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കുകയില്ല. സുതാര്യതയാണ് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം. എട്ടാമത്തെ ലക്ഷണം ദുർബലരെ വേട്ടയാടുക എന്നതാണ്. മറ്റൊരാളുടെ കഷ്ടപ്പാടോ അറിവില്ലായ്മയോ കണ്ടാൽ അത് ചൂഷണം ചെയ്യാൻ ഇവർ ഓടിയെത്തും. പ്ലേറ്റോ പഠിപ്പിച്ചതുപോലെ ദുർബലനോട് കാണിക്കുന്ന ദയയാണ് നീതിയുടെ അടയാളം. നിങ്ങളെക്കാൾ താഴെയുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നിങ്ങളുടെ സംസ്കാരം അടങ്ങിയിരിക്കുന്നത്. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നതിനു പകരം അവനെ ചവിട്ടിത്താഴ്ത്തി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. മറ്റൊരാളെ തോൽപ്പിച്ചു നേടുന്ന വിജയത്തെക്കാൾ മഹത്തരമാണ് തോറ്റുപോയവനെ കൈപിടിച്ചുയർത്തുന്നത്. ഒൻപതാമതായി, മുഖസ്തുതിയും വികാരപരമായ ബ്ലാക്ക്മെയിലിംഗുമാണ്. ആവശ്യം വരുമ്പോൾ ഇവർ നിങ്ങളുടെ കാല് പിടിക്കാനും വൈകാരികമായി നിങ്ങളെ തളർത്തി കാര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കും. മുന്നിൽ പുകഴ്ത്തുകയും പിന്നിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് വലിയൊരു മാനസിക ദൗർബല്യമാണ്. മാർക്കസ് ഔറേലിയോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് നേടുന്ന ഒന്നിനും വിലയില്ല എന്ന്. ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് വേണം ലോകത്തെ കീഴടക്കാൻ, അല്ലാതെ അഭിനയം കൊണ്ടല്ല. കപടമായ വാക്കുകൾ പറയുന്നവരല്ല, മറിച്ച് കഠിനമായ സത്യങ്ങൾ പറയുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതർ. പത്താമതായി, കുറ്റബോധമില്ലാത്ത മനസ്സാക്ഷിയാണ്. എന്ത് വലിയ തെറ്റ് ചെയ്താലും അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് ഇവർ ന്യായീകരിക്കും. സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴിചാരാൻ ഇവർക്ക് 100 കാരണങ്ങളുണ്ടാകും. ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, തെറ്റ് ചെയ്യാത്തവനല്ല മനുഷ്യൻ, മറിച്ച് തെറ്റ് തിരിച്ചറിഞ്ഞ് വേദനിക്കുന്നവനാണ്. കുറ്റബോധം എന്നത് തിരുത്തലിനുള്ള അവസരമാണ്. അതില്ലാത്തവർ പതനത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. സ്വന്തം അന്തരാത്മാവിനോട് സത്യസന്ധത പുലർത്തുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്താൻ കഴിയൂ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം മാക്കിയാവെല്ലിയൻ സ്വഭാവങ്ങളെ വിജയമന്ത്രമായി അവതരിപ്പിക്കുന്ന വീഡിയോകൾ ധാരാളമുണ്ട്. ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി ആരെയും ചതിക്കാമെന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇത്തരം തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നത് വഴി നമ്മൾ ഒരു വഞ്ചകരുടെ സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. വിജയത്തിന് കുറുക്കുവഴികളില്ല. ലോകം എന്നും ആദരിക്കുന്നത് ചതിച്ചവരെയല്ല, മറിച്ച് സഹായിച്ചവരെയാണ്. അലക്സാണ്ടറും ഹിറ്റ്ലറും മണ്ണടിഞ്ഞുപോയി, പക്ഷേ ബുദ്ധനും ഗാന്ധിയും ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്
അവർ തിരഞ്ഞെടുത്ത സത്യസന്ധതയുടെയും നന്മയുടെയും പാത കൊണ്ടാണ്. നിങ്ങളുടെ ബുദ്ധിയും കഴിവും മറ്റുള്ളവരെ തകർക്കാനല്ല, മറിച്ച് ഈ ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ ഉപയോഗിക്കുക. ചതിയിലൂടെ നേടുന്ന പ്രശസ്തി ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ്. അത് ഏത് നിമിഷവും തകരാം. എന്നാൽ ധാർമ്മികമായ അടിത്തറയിൽ പടുത്തുയർത്തുന്ന വിജയം ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നന്മയുടെയും സത്യത്തിന്റെയും വെളിച്ചം പടുത്തുയർത്തുന്ന ഒരു പുതിയ കാലത്തിനായി നമുക്ക് കൈകോർക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.